2025 ദ ബെസ്റ്റ് ഇമോഷണൽ സിനിമ. നമ്മൾ ഈ ത്രില്ലർ സിനിമ അല്ലെങ്കിൽ ആക്ഷൻ സിനിമയെല്ലാം കേട്ടിട്ടില്ലേ? അതേപോലെ ദ ബെസ്റ്റ് ഇമോഷണൽ സിനിമയാണ് സിറൈ. ഞാൻ ഇന്നലെയാണ് ഈ സിനിമ കണ്ടത്. ഇൻസ്റ്റഗ്രാമിലെല്ലാം ഇതിൻ്റെ ഈ ഷോട്ടെല്ലാം ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തതുകൊണ്ട് OTT റിലീസായപ്പോഴാണ് സിനിമ കണ്ടിട്ടുള്ളത്. അടിപൊളി സിനിമ എന്ന് പറഞ്ഞാൽ അടിപൊളി സിനിമ. അവസാനം ഒരു 30 മിനിറ്റ് ക്ലൈമാക്സ് ഉണ്ട്. ആ ക്ലൈമാക്സിൽ ഞാൻ തന്നെ ചിന്തിച്ചു ഈ രണ്ട് കുട്ടികളൊന്ന് രക്ഷപ്പെട്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്ന്. അത്രമാത്രം സിനിമ നമ്മൾ പിടിച്ചിരുത്തുന്നുണ്ട്. സിനിമയിൽ കുറേ നമ്മളെ ഈ സമുദായത്തിൻ്റെയും സോഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. സിനിമയുടെ വൺ ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്രാമത്തിൽ ഒരു മുസ്ലിം യുവാവ് ഒരു ഹിന്ദു കുട്ടീനെ സ്നേഹിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാൾക്ക് ജയിലിൽ എത്തിപ്പെടേണ്ടി വരുന്നു. പിന്നെ ഈ ജയിലിൽ നിന്ന് വിചാരണ കൈദികളെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന കഥാപാത്രമാണ് വെങ്കിട്ട് പ്രഭു സാറിൻ്റെ മകൻ. അദ്ദേഹമാണ് ഇതിൽ മെയിൻ റോൾ ചെയ്തിട്ടുള്ളത്. ആ കൊണ്ടുപോകുന്ന വഴിയിലുണ്ടാകുന്ന സംഭവങ്ങളും എങ്ങനെ ഇയാൾ ഈ ജയിലിൽ എത്തിപ്പെട്ടു, ഇവരിനി അവസാനം ഒന്നിക്കുമോ എന്നൊക്കെയാണ് സിനിമയിലെ കഥ പറഞ്ഞു പോകുന്നത്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നത് നോർമൽ നിങ്ങൾ കേട്ടിട്ടുള്ള സ്റ്റോറി ആണെങ്കിലും ഈ സിനിമ ഓരോ ടൈമിലും ഓരോ രീതിയിൽ നമ്മളെ ഈ സാമുദായികപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇതിൽ ജസ്റ്റ് ഒരു ജയിലിലുള്ളൊരു സീന് കണ്ടിട്ടാണ് ഈ സിനിമൻ്റെ ഈ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലെല്ലാം വന്നതിന് ശേഷമാണ് ഈ സിനിമ ഞാൻ ഫുള്ളായിട്ട് കണ്ടിട്ടുള്ളത്. അതായത് ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ ഒരാൾ ഒരു കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചിലപ്പോൾ ജാമ്യം കിട്ടാണ്ട് ഒരുപാട് കാലം സ്റ്റേഷനിലും ജയിലിലും കിടക്കേണ്ടി വരും. അങ്ങനെയുള്ള രീതിയിലുള്ള തുറന്നു കാണിക്കുന്ന ഒരു സിനിമയാണിത്. എനിക്ക് തോന്നുന്നു തമിഴിൽ ഇപ്പോൾ ഇങ്ങനത്തെ കുറേ സിനിമകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ വെട്രിമാരൻ, അതുപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള കുറച്ച് പുതിയ ഡയറക്ടേഴ്സ് വന്നിട്ട് ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റോറികൾ, അതായത് റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറികൾ കൊണ്ടുവരുന്നുണ്ട്. ആദ്യം അത് മലയാള സിനിമയിലായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നമ്മളെ മലയാള സിനിമ കുറച്ച് മാറി കുറച്ചും കൂടി വലിയ രീതി ക്യാൻവാസുള്ള സിനിമകൾ വരുന്നുണ്ട്. പക്ഷെ അവരിപ്പോൾ പിന്നെയും അതിലേക്കാണ് പോകുന്നത്. പക്ഷേ കറക്റ്റ് ഈ സിനിമ ഉണ്ടല്ലോ, ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ബോറടിക്കില്ല. അതായത് എല്ലാ ക്യാരക്ടേഴ്സും, ആ ഒരു പയ്യനെല്ലാം പുതുമുഖമാണ്. എനിക്ക് തോന്നുന്നു ആ കുട്ടി മലയാള ഹീറോയിനാണ് തോന്നുന്നത്. പക്ഷേ എല്ലാവരും അടിപൊളിയായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വെങ്കിട്ട് അദ്ദേഹമെല്ലാം എനിക്ക് തോന്നുന്നത് പ്രഭു സാറിൻ്റെ മകനാണ്. അദ്ദേഹത്തിനെല്ലാം വലിയ അഭിനയ പാരമ്പര്യവും വലിയ ഫാമിലിയാണ് അവർ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള സ്റ്റോറികൾ തിരഞ്ഞെടുത്ത് അഭിനയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ഓഡിയൻസ് ഇഷ്ടപ്പെടും. അല്ലാതെ നമ്മൾ ഭയങ്കര വലിയ മാസ് പടത്തിലോ ആക്ഷൻ പടത്തിലോ ഒന്നും അഭിനയിക്കാണ്ട് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് നല്ലത്. അത് അദ്ദേഹം കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, സിനിമ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ടെൻഷനുള്ള ആൾക്കാരത് സിനിമ കാണരുത്. അവസാനം നിങ്ങൾക്ക് 30 മിനിറ്റ് പിടിച്ചിരിക്കാൻ പറ്റിയെന്ന് വരില്ല. അത്രയ്ക്ക് അടിപൊളി സിനിമയാണ്. OTT റിലീസായിട്ടുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു മനോഹര സിനിമ.